അസ്സലാമു ഗൈസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ അട്ടിപ്പത്തലാണ് കേട്ടോ ഗൈസ്. അതിനായി നമ്മുടെ കൈമ റൈസ് 3-4 അവർ നമ്മൾ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കൈമ റൈസ് ഇടുക. എന്നിട്ട് 2 മുട്ട ഇടുക കേട്ടോ ഗൈസ്. 2 മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഏലക്കായുടെ പൊടി ഇടുക. അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ദോശമാവിനേക്കാൾ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇങ്ങനെ ആയിരിക്കും വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുക. നല്ല സ്മൂത്തായിരിക്കണം കേട്ടോ ഗൈസ്. ദോശമാവിനേക്കാൾ സ്മൂത്ത് വേണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബാറ്റർ. അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് എണ്ണോ അതോ ഗീ എന്താ തേക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യണം. താവി വരുമ്പോൾ നമ്മുടെ മോൾഡ് അവിടെ വെക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഗൈസ് ഈ ബാറ്ററി നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കണം കേട്ടോ ഗൈസ്. 1 മിനിറ്റ് എന്തായാലും വെക്കണം സ്റ്റീം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മസാല ആണ്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറക്കാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ടോ എന്ന് അറിയാം. അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. എന്നിട്ട് വീണ്ടും നമ്മൾ 1 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും നമ്മുടെ ആ സെയിം സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യണം. വീണ്ടും നമ്മൾ ബാറ്റർ ഒഴിക്കണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കണം. ഈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് വീണ്ടും ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റീം ചെയ്യാൻ വെക്കുക. 1 മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും അറിയാം അത് സെറ്റായിട്ടുണ്ടോ ഇല്ലെന്ന്. എന്നിട്ട് വീണ്ടും ബാറ്റർ ഒഴിക്കുക. ഈ സെയിം സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു അട്ടിപ്പത്തൽ കിട്ടും. ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് 20 മിനിറ്റ്സ് ചെറിയ തീയിൽ വേവിക്കുക. ഓക്കെ ഗൈസ്. ഈ സെയിം സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു അട്ടിപ്പത്തൽ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ മോർ വീഡിയോസിന് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ സെയിം സ്റ്റെപ്പാണ് ഞാൻ വീണ്ടും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാം. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ എന്തായാലും 20 മിനിറ്റിൽ വെക്കണം കേട്ടോ ഗൈസ്. 20 മിനിറ്റ് സ്റ്റീമായിക്കണം ഗൈസ്. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കുളമായി പോകും. ഓക്കെ. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ 20 മിനിറ്റ് എന്തായാലും വെക്കണം. 20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം. പിന്നെ ചെറിയ തീയിൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാറ്ററാണ് നമ്മൾ ഒഴിക്കണത്. ആഫ്റ്റർ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കത് എടുക്കാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ അട്ടിപ്പത്തലിരിക്കുക. The food was amazing and super delicious. If you want more tasty vlogs like this, like and subscribe. See you in the next vlog. Bye guys.